ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സിംഗപ്പൂരിലെ ചൈന ടൗൺ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ചൈനീസ് കൾച്ചറും കാര്യങ്ങളും പിന്നെ അവിടുത്തെ രീതികളും അവിടുത്തെ സാധനങ്ങളും ഒക്കെ നമുക്ക് കണ്ടറിയണമെങ്കിൽ ചൈന ടൗണിൽ തന്നെ വരണം. നൈറ്റാണ് ഇവിടെ നല്ലതെന്നാണ് കേട്ടേക്കുന്നത് കേട്ടോ. സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നൈറ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ 5:30 അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടുത്തെ ചൈന ടൗണിലെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണെന്നൊക്കെ നോക്കിക്കാണാം. ചൈന ടൗണിലെ സ്ട്രീറ്റാണ് ഇത് നേരെ കാണുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 12 മണി വരെ ഒരു വെഹിക്കിളും അങ്ങോട്ട് അലൗഡ് അല്ല. അഥവാ ഈ നിയമം തെറ്റിച്ച് ആരെങ്കിലും ഇതിനപ്പുറത്ത് പോവുകയാണെങ്കിൽ $150 നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. എന്നാലേ അവർ നമ്മുടെ വണ്ടിയൊക്കെ റിലീസ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ കണ്ടോ, അതിന് വേണ്ടിയിട്ട് വണ്ടികളൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വച്ചേക്കുന്നത്. ആൾക്കാർക്ക് മാത്രമേ പോവാം. ഈവൻ ബൈക്കുകൾക്ക് പോലും അങ്ങോട്ട് പ്രവേശനമില്ല. ഈ ഒരു സ്ട്രീറ്റ് ഫുള്ള് നമ്മളിങ്ങനെ നടന്ന് കാണാം. അങ്ങോട്ട് പോവാം. ചൈന ടൗണിൻ്റെ സ്ട്രീറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഫോർച്യൂൺ ഫെങ് ഷുയി ഇൻ ഉണ്ടായിരുന്നേ. ഈ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ ജോത്സ്യന്മാരെയൊക്കെ കാണാൻ പോകത്തില്ലേ, അതേ കണക്ക് ചൈനീസ് പീപ്പിൾസൊക്കെ ഇവിടെ ഫോർച്യൂൺ ടെല്ലേഴ്സിൻ്റെ അടുത്ത് വരും. അപ്പോൾ അവരുടെ ഭാവി കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ അവർക്ക് ഇതിലൊക്കെ കുറച്ച് വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്ലേസാണ്. ഇതാണ് അവരുടെ ഗോഡ്. ഈ ഗോഡിൻ്റെ പേരാണ് ഫോർച്യൂൺ ഫെങ് ഷുയി. ഇതിൽ വിശ്വാസമുള്ളവർക്കൊക്കെ ഇവിടെ സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കാം. ഈ സാമ്പ്രാണി തിരി അവിടെ നിന്ന് ഫ്രീ ആയിട്ടൊക്കെയാണ് കിട്ടുന്നത്. എനിക്ക് സൈഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഈ ഫോർച്യൂൺ ടെല്ലേഴ്സ്. അവരായിരിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരിക. ഈ സൈഡിൽ മൊത്തം കണ്ടോ ഇങ്ങനത്തെ ഷോപ്സാണ്. ഇത് ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, നല്ല രസമില്ലേ? നല്ലൊരു ചൈനീസ് എന്താ പറയുക, ഒരു ട്രഡീഷണൽ ഹൗസൊക്കെ കണക്കുണ്ട്. പക്ഷേ അത് റെസ്റ്റോറൻറ്റും മുകളിൽ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങാണ്. പിന്നെ ഇങ്ങനെ ചൈനീസ് ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ വിൽക്കുന്ന ഒത്തിരി ഷോപ്സൊക്കെ ഉണ്ട്. അതവിടെ എനിക്ക് ഇഷ്ടമായത് ആ വേളിയുടെയൊക്കെ കണ്ടോ രൂപമില്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് ബുദ്ധൻ്റെയൊക്കെ കുറേ ഇതും പിന്നെ ലാഫിങ് ബുദ്ധൻ്റെയൊക്കെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല രസമാണ്, ഗോൾഡൻ കളറിൽ. ഇവിടെ $1 കടയുണ്ട് കേട്ടോ. $1 എന്നൊക്കെ പറഞ്ഞാൽ സിംഗപ്പൂരിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ 64 രൂപ എങ്ങോട്ട് റേറ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ മിനിമം എല്ലാം $1 ആണ് സംഭവം. $1 സാധനം കാണുവാണെങ്കിൽ മേടിച്ചേക്കണം. കാരണം അതാണ് ഏറ്റവും ചീപ്പായിട്ട് സിംഗപ്പൂരിൽ കിട്ടുന്നത്. ഇവിടെ കുറേ ഈ കുഞ്ഞു പിള്ളേർക്ക് കിട്ടുന്ന സ്ലൈഡും ബാഗിലല്ലോ പേഴ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. $3 ഉണ്ടോ ഈ ബാഗ്. ഇത് കൊള്ളാം അല്ലേ. ഇത് $8, $8.90 കുറേ സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട്, എന്നാൽ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അത് കാണിക്കട്ടെ. ഇതാണ് മെറിലൈൻ. നമ്മൾ മെറീന ബേയിലൊക്കെ പോയപ്പോൾ കണ്ടല്ലോ വലിയൊരു സ്കൾപ്ചർ. ഇത് കൊള്ളാം അല്ലേ. $4. അലാഹുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കൊള്ളാല്ലേ. ഇത് എത്രയാണോ ആവോ. ഇത് $10 ഉള്ളൂ. ഇത് ലാഭമല്ലേ. അതായത് ഏകദേശം 640. കുഴപ്പമില്ല. സിംഗപ്പൂരിൽ നിന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. എല്ലാ ആൾക്കാരും ഇങ്ങനത്തെ കുഞ്ഞു ഫാനും കൊണ്ട് നടക്കാറുണ്ട് ഇവിടെ. കാരണം ചൂടാണ്, നല്ല വെയിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓണാക്കിയിട്ട്, എവിടെ ഓണാക്കേണ്ട, ഇങ്ങനെ കൊണ്ട് നടക്കും. ഇതിനൊക്കെ $6.90 ഉള്ള കുഞ്ഞ് കപ്പ്. $10 ഈ ബാഗൊക്കെ നല്ലതാ അല്ലേ. $10 നല്ലതാ. ഇവിടെ ബ്ലാക്കും നല്ലതാ അല്ലേ. ഇത് കൊള്ളാം. പക്ഷെ ഇത് ആൻറ്റിമാർക്കൊക്കെ പറ്റിയതാന്ന് തോന്നുന്നു. എനിക്ക് കൊള്ളാവോ. ഇവിടെ വീക്കോടെ ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലേ. ഇത് ആലിയ ഭട്ട കയറുമുണ്ട് ഇവിടെ. അയ്യോ ഇത് കൊള്ളാം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരെണ്ണം മേടിക്കണം. ഇത് ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിക്ക് ഒരു അപ്പൂപ്പൻ ഇങ്ങനെ വച്ചിരുന്നതാണ്. ഇവിടെ നമുക്ക് കോയിനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേന് ഇത് സൗണ്ടൊക്കെ ഉണ്ടാക്കും. നല്ല ക്യൂട്ടായിട്ടില്ലേ. ഈ കടയിലാണെങ്കിലേ ചൈനീസുകാരുടെ ഭയങ്കര കൾച്ചറൊക്കെ ഇങ്ങനെ വിളിച്ചോതുന്ന കുറേ സാധനങ്ങളുണ്ട്. വിഷറികളും പിന്നെ കുഞ്ഞു കുഞ്ഞു രൂപങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ.
നമ്മളെ പേടിപ്പെടുത്തുന്ന രൂപങ്ങളൊക്കെ ഉണ്ട്. ചൈനീസ് അരി ഈ മന്ത് ഗോസ് മന്ത് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓഗസ്റ്റ് 4 മുതൽ സെപ്റ്റംബർ 12 വരെയാണ്. ചൈനീസ് ആൾക്കാർക്ക് ഈ മാസം ശരിക്കും പേടിയാണ്. അവർ നല്ല കാര്യങ്ങളൊന്നും, അതായത് കല്യാണമോ വീട് പാലുവെച്ചോ അതൊന്നും ഈ മാസങ്ങളിലൊന്നും നടത്താറില്ല. ചൈന ടൗണിലാണെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്. അതാണ് ഇത് ഈ ബാക്കിൽ കാണുന്നത്. ഇത് സ്മിത്ത് സ്ട്രീറ്റ് ആണ്. 335 സ്മിത്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. ഇവിടെ മൊത്തം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം തുടങ്ങാൻ സമയമായിട്ടില്ല, പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ ഇങ്ങനെ വെൻഡേഴ്സൊക്കെ വന്ന് നിറയും. നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ഈ സ്ട്രീറ്റിൽ. ചൈനീസ് ആയിട്ട് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കുറേ കടകളും അങ്ങനെയൊക്കെയാ. ഒരു ചൈനീസ് രീതിയിലാണ് കേട്ടോ ഈ ഒരു ടെമ്പിള് വന്നേക്കുന്നത്. അയ്യോ, നല്ല വലിപ്പമുണ്ട്. മൊത്തം തടിയിലാണോ ചെയ്തേക്കുന്നത്? ഒരു തടിയൊക്കെ കൊണ്ട് ചെയ്തേക്കുന്ന ഒരു വൈബ് അതിന്. ഞാനീ നടക്കുന്നത് ഈ ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പിക്ചറൊക്കെ കാണുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിയാണ് നേരിട്ട് കാണാനായിട്ട്. അത് വീഡിയോ കൂടെ എത്രമാത്രം അറിയുമെന്നും എനിക്കറിയത്തില്ല. ഇതിനകത്ത് കയറാനാണെങ്കിൽ നമുക്ക് സമയം കഴിഞ്ഞോന്ന് അറിയത്തില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 6 മണിയാകാൻ പോകുന്നുണ്ട്. ഈ ഷോപ്പ് വെൻഡേഴ്സൊക്കെ അവിടെ ഇങ്ങനെ സ്റ്റോൾസ് ഇടുന്നതേ ഉള്ളൂ. ശരിക്കും സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴായിരിക്കും ഫുഡ് സ്ട്രീറ്റൊക്കെ ആവുന്നത്. ഇവിടെ ഒരു ഷോപ്പ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. കണ്ടോ, ഈ ചാംസ് ഒക്കെ ഇത് ചൈനീസ് പീപ്പിൾസൊക്കെ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. ചൈനീസ് പീപ്പിൾസ് മാത്രമല്ല, തുർക്കിഷർക്ക് ഇതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. പിന്നെ കണ്ടോ, കുഞ്ഞ് കയ്യിലിടുന്ന ബ്രേസ്ലെറ്റൊക്കെ നല്ല ഭംഗിയുള്ളതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഇഷ്ടമായ ഒരു ഷോപ്പാണ്. ഒത്തിരി നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും ബുദ്ധ ടൂത്ത് റെലിക് ടെമ്പിൾ ആണ്. ടൂത്ത് റെലിക് ടെമ്പിൾ എന്ന് വെച്ചാൽ ബുദ്ധയുടെ ടൂത്ത് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇത് 2007 പണി കംപ്ലീറ്റ് ആയത്. 9 പ്രപ്പോസൽസ് ഈ ഒരു ക്ഷേത്രത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഇവിടുത്തെ പ്രസിഡന്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഈ കാണുന്ന ഫൈനൽ റിസൾട്ട്. പക്ഷേ ഇത് കാണുമ്പോഴത്തേനും ഒത്തിരി വർഷം പഴക്കമുണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ 2007 ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ളത് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരൊക്കെ കണ്ടോ നല്ല ചൈനീസ് അതിൻ്റേതായ ഒരു രീതിക്കൊക്കെയാണ് പണിതേക്കുന്നത്. ഭയങ്കര ബ്യൂട്ടി ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ബ്യൂട്ടിയാണ്. ഓരോ ബുദ്ധ ടെമ്പിളിൽ പോകുമ്പോഴത്തേനും ഓരോരോ ബ്യൂട്ടിയാണ് കാണുന്നത്. നമ്മളിപ്പം തായ്ലൻഡിൽ പോകുമ്പോൾ വേറെ ഇതാ, ശ്രീലങ്കയിൽ പോകുമ്പോൾ വേറൊരു രീതിയിലാണ്. ഇതെന്ന് പറയുമ്പോഴത്തേനും പക്കാ ചൈനീസ് രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഓപ്പൺ അല്ല, ക്ലോസ്ഡ് ആണ്. കുറേ ആൾക്കാരൊക്കെ ഇത് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഭയങ്കര രസമുണ്ട്. നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു സിറ്റിയുടെ ഓപ്പോസിറ്റാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ട്രഡീഷണൽ സംഭവം അവർ വെച്ചേക്കുന്നത്. കണ്ടോ, ഇത് ടെമ്പിളിൻ്റെ സൈഡാണ്. കണ്ടോ, ലാമ്പൊക്കെ ഇങ്ങനെ തൂക്കിയിരിക്കുന്നുണ്ടോ. സാധാരണ റെഡ് കളറിലാണ് വരേണ്ടത് ചൈനീസ് കൾച്ചർ അനുസരിച്ച്. പക്ഷേ ഇത് പല 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 കളറിൽ ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ ബാക്ക് ഭാഗമാണേ. കൊള്ളാം. തോരണമൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന കാരണം നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഷീഷി ഫെസ്റ്റിവൽ എന്തോ നടപ്പുണ്ട് ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അത് കാണിച്ചിട്ടെ. പക്ഷെ അത് ആക്ച്വലി എന്താ സംഭവം എന്ന് ഒരു ഐഡിയയും ഇല്ല. കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ലൈറ്റിങ് കൊള്ളാം. അത് ഈ ഭാഗമൊക്കെ ടെമ്പിളിനോട് അടുത്ത് വരുന്ന കെട്ടിടങ്ങളാണ്. ഇതൊക്കെ ഓരോ ഷോപ്സും കാര്യങ്ങളൊക്കെയാണ്. മസാജ് ഷോപ്പും പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഈ ഒരു ഏരിയയുടെ ബ്യൂട്ടി കളയാണ്ട് ചെയ്തിട്ടുണ്ട്. മേ ബി ഇതൊക്കെ പണ്ട് മുതലേ ഉള്ളതായിരിക്കും കേട്ടോ. കാണുമ്പോഴത്തേനും നല്ല പഴമ തോന്നുന്നുണ്ട്. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ആ ഒരു ചൈനീസ് കൾച്ചറിൻ്റെയൊക്കെ ഒരു രീതിക്ക് ഒക്കെ അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇതേ കണക്ക് ആരെങ്കിലും ഇതേ കണക്ക് പ്രിസർവ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കെട്ടിടങ്ങളൊക്കെ കൊള്ളാം. ഈ ലാസ്റ്റ് വരെയും ഒരേ രീതിക്കുള്ള കെട്ടിടങ്ങളാണ്. പെയിൻറ്റിങ് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നല്ല രസമുണ്ട്. നടന്ന് ക്ഷീണിച്ചു. ഇനി എന്തായാലും നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നടന്ന്. അവിടെയാണ് അവർ കോൺ ഐസ്ക്രീം ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത്. താങ്ക് യു. നമ്മളൊരു $1 കോണാണ് കേട്ടോ മേടിച്ചത്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ റേറ്റ് കുറവ്. ബാക്കിയെല്ലാം 3.5 അങ്ങനെയൊക്കെ. മിൽക്കിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ടുണ്ട്. വാനിലയുടെ ടേസ്റ്റ് ഭയങ്കര കുറവാണ്. ഈ ഒരു ഇതില്ലേ എന്താ പറയുക, കോൺ ഇത് കഴിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മുടെ നല്ല ബിസ്ക്കറ്റൊക്കെ കഴിക്കത്തില്ലേ, അതേ കണക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. കഴിക്കട്ടെ ഞാൻ.
മിക്സിയോ എന്ന് പറയുന്നൊരു ഐസ്ക്രീം ബ്രാൻഡ് 1997 കേട്ടോ ഇവരിത് തുടങ്ങിയത്. ഈ മഞ്ഞ് മനുഷ്യൻ്റെ കണക്കിരിക്കുന്നില്ല, ഇതാണ് ഇവരുടെ ഒരു സിഗ്നേച്ചർ സിമ്പൽ. സിംഗപ്പൂരിൽ പലയിടത്തും ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്, ഒത്തിരി സ്ഥലത്തൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് MRTയിലൊക്കെ ഉണ്ടാവും ഇവരുടെ ഔട്ട്ലെറ്റ്. അപ്പം നിങ്ങളിവിടെ വരുവാണെങ്കിൽ $1 ഐസ്ക്രീം എന്തായാലും കഴിച്ചു വെക്കണം. കാരണം ഇത്രയും റേറ്റ് കുറവിൽ വളരെ ചുരുക്ക സ്ഥലത്ത് മാത്രമേ നമുക്ക് ഐസ്ക്രീം കിട്ടുള്ളൂ. ചൈന ടൗണിലെ മേജറായിട്ടുള്ള ഫുഡ് സ്ട്രീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ചൈന ടൗൺ MRT ഉണ്ട്. അതിങ്ങനെ നടക്കുമ്പോഴത്തേനും സ്ട്രീറ്റിൽ കാണാൻ പറ്റും. അവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റ് ഇങ്ങനെ കയറിയിട്ട്, ലിഫ്റ്റല്ല എസ്കലേറ്റർ കയറിയിട്ട് സെൻറ്ററിൽ കൂടെ ഒരു ഹൈവേ റോഡാണ് പോകുന്നത്. ആ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരും. അത് നമുക്കിങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് കണക്ക് നടന്നിപ്പുറത്ത് ക്രോസ് ചെയ്ത് ഇങ്ങനെ വരാൻ പറ്റും. ആ മുകളിലൊന്ന് കാണിച്ചു നോക്കി, കണ്ടോ? അവിടെ കൂടെ വരുമ്പോഴത്തേനും അതിങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്ത് വരുമ്പോഴുമാണ് ഇവിടെയാണ് സ്ട്രീറ്റ് ഫുഡൊക്കെ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഇനി അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെയുണ്ടോ നോക്കാം. ചൈനീസ് ഷോപ്പാണ്. ഇവിടെ $80, $1, $60 വരെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ഇത് കേട്ടോ, ഇത് $1, ഇത് 80. ഇത് പൊമേല ഡ്രിങ്ക് അങ്ങനെ കണ്ടു കേട്ടോ. ഒത്തിരി സാധനങ്ങളൊക്കെ ഇവിടെ വില കുറവുണ്ട്. നോക്കാം. ഇതെല്ലാം കേട്ടോ പല പല വെറൈറ്റി ജെല്ലീസും കേക്ക്സും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സ് ഐറ്റംസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ്. ഇതെല്ലാം 20 പാക്കറ്റിന് $5 ഉള്ളൂ. ലാഭമാണ്. ഇത് അങ്ങറ്റം വരെ ഉണ്ട്, പല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. റെഡ് ബീൻ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ റേറ്റും കാര്യം $250 നമ്മുടെ ചെറുപയറിന്. ബ്ലാക്ക് റൈസ്, ഇതാണ് ബ്ലാക്ക് റൈസ്, കറുത്ത അരി. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കവണി അരിസി എന്നൊക്കെ പറയും തമിഴിൽ. ചൈനീസ് അരി ഇതിനെ ഫോർബിഡൻ റൈസ് എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള സാധനം ഇത്. ഇത് കോൺ ഗ്രിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് സാധനം. ഇതാണ് ഗ്ലൂട്ടിനസ് റൈസ്, ഇവരുടെ ഇത് ഓർഗാനിക് ഗ്ലൂട്ടിനസ് റൈസ്. ഇതൊക്കെ ചൈനീസായിട്ട് എന്തൊക്കെയോ ഡ്രൈ സാധനങ്ങളാട്ടോ, ഡ്രൈഡായിട്ട് വെച്ചിരിക്കുന്ന മഷ്റൂംസും കാര്യങ്ങളും ഒക്കെയാണ്. എന്തൊക്കെയാണെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം. അവരുടെ എന്തൊക്കെയോ സ്പൈസസും. ഇതെല്ലാം 90 സെന്റ്. ഇത് കണ്ടോ, ഇത് മിൽക്ക് ടീ. ഇതിൽ വാട്ടർ ഒഴിച്ചിട്ട് കുടിക്കണമായിരിക്കും മേ ബി. ഇതൊക്കെ ചൈനീസ് വേർഷൻ സ്വിസ് റോളാണ് കേട്ടോ. ദുരിയൻ്റെ ഫ്ലേവർ ഉണ്ട്, പിന്നെ സ്ട്രോബെറി ഫ്ലേവർ, അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ബേക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉള്ളത്, ബണ്ണും കേക്ക്സും ഒക്കെ. പക്ഷേ ചൈനീസുകാരുടെയാണ് ഇതെല്ലാം. നമ്മുടെ ലേസില്ലേ, അത് ഇങ്ങനെ കപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഫ്രഞ്ച് ഫ്രൈസ് കണക്ക് ഇങ്ങനെ ഉള്ളതാണ്. ഇതിപ്പോൾ സീവീഡ് ഫ്ലേവറാണ് കണ്ടോ. ഇതിൻ്റെ തന്നെ സാധാരണ സോൾട്ടിൻ്റെ ഉണ്ട്, പിന്നെ ഇത് ടൊമാറ്റോ ആണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കഴിക്കുന്നത്, പക്ഷെ ഇത് വെറൈറ്റിയാണ്. അതേ കണക്ക് തന്നെ ലേസിൻ്റെ ഞണ്ടിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ക്രാബ് ഫ്ലേവറാണ്, പിന്നെ ലോബ്സ്റ്ററിൻ്റെ ഉണ്ട്. ഇതൊക്കെ ചൈനയിൽ കിട്ടുന്നതാണ്. ഇവിടെ ചൈനീസ് ഷോപ്പ് ആയതുകൊണ്ടാണ് ഇവിടെയൊക്കെ കിട്ടുന്നത്. വേറെ അങ്ങനെ കുറേ ഫ്ലേവർ ഉണ്ട് കേട്ടോ ചൈനയിൽ കിട്ടുന്നത്. ഇത് മെക്സിക്കൻ ചിക്കൻ ടൊമാറ്റോ. ഇത് ബീഫ് ഫ്ലേവറാണ്, സ്പെഷ്യൽ ബ്രൈസ് ബീഫ് ഫ്ലേവർ. കുറേ വെറൈറ്റി സാധനമുണ്ട്. ഇത് ഓയിസ്റ്റർ ഫ്ലേവർ. ഇത് കണ്ടോ, സ്ക്വിഡാണോ? അല്ല, നീരാളിയുടെ ഇത്. അയ്യോ, ചൈനക്കാർ കൊള്ളാമല്ലോ. ഇത് സീവീഡ് ഫ്ലേവറാ. വേറെ ഇതൊക്കെ വേറെ എന്തൊക്കെയോ സ്നാക്സാ. ഇതെല്ലാം മുന്നേ പറഞ്ഞില്ലേ ഞാൻ, ഇത് 10 എണ്ണം $5. അപ്പുറത്തെ സൈഡിലുള്ളതൊക്കെ 20 എണ്ണം $5. ക്യൂട്ടല്ലേ? ഇത് എത്രയാ? 18. അതവിടെ, ഇവിടെ $18. കൊള്ളാല്ലേ? നല്ല സുഖമുണ്ട്. മേടിക്കട്ടെ?
വേണ്ടേ? വേണ്ട. സിംഗപ്പൂരിൽ വരുന്ന ആൾക്കാരെ നാട്ടിലോട്ട് പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകുന്ന ചോക്ലേറ്റ് ഇത് ഈ ഒരു മെറിലൈനില്ലേ ഈ ഷേപ്പിൽ തന്നെ ഉണ്ടാവും. ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നല്ല ഷോപ്പിൽ പോയി ഇതേ കണക്കുള്ള ചോക്ലേറ്റ് മേടിക്കണം, ഇല്ലെങ്കിൽ വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. കുറേ വേരിയേഷനിലുണ്ട് കേട്ടോ, വെറൈറ്റികളുണ്ട് കണ്ടോ. ഇതിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുറേ കാണും. ഇതിൽ ദുരിയൻ ഫ്ലേവർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പല ഫ്ലേവറിലൊക്കെ ഉണ്ട് ഇതേ കണക്ക്. ഇവിടെ ഫ്രിഡ്ജ് മാഗ്നറ്റിനൊക്കെ 5 എണ്ണം $10. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ അതായത് ഒരെണ്ണത്തിന് $2 വരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ഇവിടെ ഭയങ്കര റേറ്റാണ് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റിനൊക്കെ. ഇവിടെ കണ്ടോ ഇങ്ങനെ ഇത്രയും വെറൈറ്റി ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും നല്ല ഭംഗിയൊക്കെ ഉള്ളതൊക്കെ അപ്പുറത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതിനൊക്കെ നല്ല വിലയാണ്. ഒരെണ്ണത്തിന് തന്നെ $5 $10 അങ്ങനെയൊക്കെ. ഹായ്. അയ്യോ, ബേബിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മേടിച്ചുകൊണ്ട് പോയത്. അവനോട് പറയടി ഒന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യാൻ. ഉടനെ നോക്കുന്നതായിരിക്കും. എന്താ നല്ല രസമുണ്ട്. ഇത് കുഞ്ഞു പിള്ളേർക്ക് ഇങ്ങനെ ബാഗായിട്ട് കൊടുക്കുമായിരിക്കും അല്ലേ? അത് നല്ല രസമില്ലേ? ഇതിന് 2 എണ്ണം $12. ബേബീസൊക്കെ ഉള്ള ആൾക്കാർ വേണമെങ്കിൽ മേടിച്ചുകൊണ്ട് പൊക്കോ കേട്ടോ. ഇതൊക്കെ ആൽക്കഹോളാണേ കണ്ടോ. ഇതിനൊക്കെ $18 ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം വിൽക്കേണ്ടി വരും. ഇത് മിങ് റിവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പ്രീമിയം സാധനങ്ങളാണ്. ഈ ബോട്ടിലുള്ള ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് ഉണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവർ ചിക്കൻ്റെ ലെഗൊക്കെ ഇല്ലേ, അത് അതേ കണക്കൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വിയേർഡായിട്ടുള്ള ഇതാണ്. ഇതാണ് ചിക്കൻ്റെ കാല് കണ്ടോ. ഇതൊക്കെ എന്താന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊന്നും ആരും എൻ്റെ അടുത്ത് ചോദിക്കില്ല ഇതൊക്കെ എന്താണെന്ന്. ഇവിടെ എന്തോ ട്രഡീഷണൽ ഡ്രിങ്ക് വെക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ മുന്നേ കണ്ടു കിടക്കുകയാണ് ചിക്കൻ ഫീറ്റും അങ്ങനെയൊക്കെ. അവിടെ കുറേ തിരക്കൊക്കെ ഉണ്ട്. അവിടെ നോക്കാവേ. എന്തോ പറയണേ, ഏത് പറയണമെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഇവരെല്ലാം ചൈനീസിൽ സംസാരിക്കുന്നത്. റാബിറ്റ് ബൺ സ്വീറ്റ് പൊട്ടറ്റോ 1. Yeah, this one. Only this one. This is what? Coconut jelly. Okay, then take one. Okay. ഇത് ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാവേ. ഞാൻ ചോദിച്ചത് സ്വീറ്റ് പൊട്ടാറ്റോയുടെ ആണ്, പക്ഷെ അതവിടെ ഇല്ല. കോക്കനട്ട് ജെല്ലിയുടെ ഉണ്ട്. കാണാൻ നല്ല ക്യൂട്ടല്ലേ. കഴിക്കട്ടെ, എങ്ങനെയുണ്ടോ നോക്കാം. ബണ്ണ് മാത്രമേ ഉള്ളൂ, ഫില്ലിംഗ് ഒന്നുമില്ല. ഈ കോക്കനട്ട് ജെല്ലി എന്ന് അവർ പറയുന്നത് കരിക്കിൻ്റെയൊക്കെ ഒരു ഫില്ലിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ബണ്ണിൻ്റെ അത്രയൊന്നും ടേസ്റ്റ് ഇല്ല, പക്ഷേ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഉള്ളിവടയുടെ വലിയ രൂപം. വേറെയും കുറേ സാധനമൊക്കെ ഉണ്ട്. ഈ ഷോപ്പിൽ നിന്ന് ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ ബോൾസ് മേടിച്ച് $2. മുന്നേ കഴിച്ച സാധനം $2 ആയിരുന്നു. അതിങ്ങനെ ബോൾസ് ആയിട്ടാണ് ഉണ്ടായിരിക്കും. ഇതാ സംഭവം കണ്ടോ. ചൂടുണ്ട്. ടേസ്റ്റ് പറഞ്ഞുതരാൻ അറിയത്തില്ല. നല്ല ഇത് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇഷ്ടമാവും. ഉള്ളിൽ
വയലറ്റ് കളർ പർപ്പിൾ, വയലറ്റ് കളർ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, അതിൻ്റെ ഒരു ഫീലിംഗാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് മടുത്തു കേട്ടോ. ഇത് 7-Upൻ്റെ ലെമൺ ഫ്ലേവറാണ്. ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലിംബു തണുപ്പുണ്ടായിരുന്നേ നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒക്കെ ഏരിയ ഉണ്ടോ. അതായത് ഇവിടെ ബാക്കിൽ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെ റേറ്റൊക്കെ നോക്കിയപ്പോഴത്തേന് നല്ല റേറ്റ് ഉണ്ട്. ഇവിടത്തെക്കാളും റേറ്റ് കുറവാണ് സിംഗപ്പൂരിലെ ഫെയർ പ്രൈസിൽ. ഞാൻ ഇന്ന് രാവിലെ അവിടെ കയറിയായിരുന്നു. അപ്പം ഞങ്ങളിനി ഈ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് റോഡ് ക്രോസ് ചെയ്തിട്ട് നമ്മൾ വന്നതല്ലേ, നമ്മൾ എന്താ പറയുക MRT സ്റ്റേഷൻ വഴിയിട്ട്. അപ്പോൾ അത് തിരിച്ച് പോവുക, ക്രോസ് ചെയ്തിട്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള ചൈന ടൗണിൻ്റെ ആ ഏരിയയിലോട്ട് പോവുകയാണ്. അവിടെ ഞാൻ 1-2 ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. സ്ട്രീറ്റ് ഫുഡ് വലുതായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്കെന്തോ കഴിക്കാൻ തോന്നുന്നില്ല. ഞാനങ്ങ് ആ ഒരു സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ആ ബോളിൽ അത് നല്ലതാണ്, വലിയ ഫ്ലേവറും കാര്യങ്ങളൊന്നുമില്ല, മൈൽഡാണ്. പക്ഷെ എന്തോ അത് കഴിച്ചപ്പം അത് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളൊരു ബോൾസാണ്. അപ്പം മടുപ്പ് തോന്നി, അങ്ങനെ മതിയാക്കി ഞാൻ. ഇനി അങ്ങോട്ടേക്ക് പോട്ടെ, ഇനി അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ചൈന ടൗണിലെ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് നമ്മൾ മെയിൻ ആയിട്ടുള്ള ചൈന ടൗണിൻ്റെ ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണ് ഇത്. ഇതുപോലെ അവർ ആ ഒരു ചൈനീസ് ഒരു ആർക്കിടെക്ചറിലാട്ടോ ചെയ്തേക്കുന്നത്. കണ്ടോ, ഇവിടെ വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ട്. ഈ ബ്രിഡ്ജിനകത്തായി സംഭവം ഉള്ളത്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് ഈ വണ്ടികളൊക്കെ പോകുന്നത് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് പോലും അവർ ചെടികളൊക്കെ വെച്ച് ഈവൻ മിനിയേച്ചർ ആൽമരം വരെ ഉണ്ട് ഇവിടെ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ, മെയിനായിട്ടുള്ളൊരു ഏരിയയിൽ നിന്ന് ആ ഫുഡ് സ്ട്രീറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ചൈന ടൗൺ MRTയുടെ അവിടെ നിന്ന് ഒരു എസ്കലേറ്റർ കയറിയിട്ട് ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെന്ന്. അതാണ് ഈ ബ്രിഡ്ജ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വണ്ടിയൊക്കെ നമ്മുടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആ സൈഡിലൊക്കെയുള്ള വീടുകളൊക്കെ കണ്ടോ, അതൊക്കെ തന്നെയാണെങ്കിലും ഭയങ്കര ബ്യൂട്ടി ആയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഈ സമയത്ത് വരുന്നതാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ലതാണ്. ചൈനീസ് ആൾക്കാരാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യൻസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷെ അതേസമയം നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലെ പോകുന്നെങ്കിൽ ഇവിടെ ചൈനീസ് ആൾക്കാരെ കാണുന്ന കണക്കായിരിക്കും നമ്മൾ ഇന്ത്യൻസിനെ കാണുന്നത്. അവിടെ ഫുള്ള് ഇന്ത്യൻസ് ആയിരിക്കും. തമിഴ്നാട്ടിലുള്ളവരും പിന്നെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഒത്തിരി ഉണ്ടാവും. മുന്നേ ഇവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു. പക്ഷെ ഈ ഒരു സമയപ്പോഴത്തേനും ആൾക്കാരെ കൊണ്ടൊന്ന് ഉറഞ്ഞു. ഇപ്പം നമുക്ക് വഴക്ക് കിട്ടും നാട് റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നതിന്. ബാ, ഞാൻ വേറൊരു ചൈനീസ് ഷോപ്പിൽ കയറി. കണ്ടോ, ഇവിടെ കുക്കുംബറിൻ്റെ ലേസ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ നമുക്ക് അറിയാൻ പാടില്ലാത്ത ലേസ്. എനിക്കിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇതൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല. കുറേ വെറൈറ്റി ഉണ്ട് കേട്ടോ. എല്ലാം എടുത്ത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുക. ഞാനിവിടെ ആക്ച്വലി വന്നത് വേറൊരു സാധനത്തിന് വേണ്ടിയാണ്. ഇല്ല, ഇവിടെ ഇല്ല. നമ്മൾ മുന്നേ ഒരു $1 കടയിൽ കയറിയില്ലേ ആദ്യം, അവിടെ തന്നെ വീണ്ടും വന്നിട്ടോ. ഞാൻ ഇത് മേടിച്ചത് $4. ഇത് ശരിക്കും സെറാമിക്കിൻ്റെ, പക്ഷേ ഇത് സിലിക്കോൺ അല്ലേ, അതിൻ്റെയാ. നല്ല രസമുണ്ട്. ബ്ലൂ എൻ്റെ ഫേവറേറ്റാണ്. ബ്ലൂവും വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന സാധനങ്ങൾ നിങ്ങൾ മേ ബി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. എൻ്റെ ചാനലിൽ ഞാൻ കൂടുതൽ ഉപയോഗിക്കുക അങ്ങനത്തെയാണ്. ഇവിടെ പിന്നെ റെഡും വൈറ്റും ഉണ്ട് കേട്ടോ. ശരിക്കും സിംഗപ്പൂരിൻ്റെ ഫ്ലാഗിൻ്റെ കളറാണ് റെഡും വൈറ്റും. പിന്നെ എനിക്ക് എന്തായാലും ഇതാ ഇഷ്ടം. സിംഗപ്പൂരിലെ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെയൊക്കെ ഒരു കളറും ഇതൊക്കെ ഇങ്ങനത്തെ ആയിരിക്കും കേട്ടോ. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഞങ്ങൾ ക്യാബിൻ ക്രൂവിനൊക്കെ നോക്കുമ്പോഴത്തേന് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ക്യാബിൻ ക്രൂസിനൊക്കെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഈ ഒരു തീമിലായിരിക്കും. ഇത് കണക്ക് വർക്കും ബ്ലൂ കളറും ഒക്കെയാണ്. എന്തായാലും ഇത് ഒരു ഓർമ്മയൊക്കെ ആയിട്ട് ഇരിക്കട്ടെ. പിന്നെ കോഫിയോ ചായ എന്താ വെച്ചാൽ കുടിക്കാം. ഇത് കണ്ടോ, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആണ് കേട്ടോ, ഫ്ലൈറ്റാണ്. ശരിക്കും അതേ കണക്ക് തന്നെ ഉണ്ട്, സെയിം മോഡലാണ്. ഇതിന് $14 വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട്. ഇത് സെറാമിക് അല്ല, ഇത് ഇരുമ്പാ അല്ലേ, കൊള്ളാം. പക്ഷേ ഈ കുഞ്ഞു സാധനമൊക്കെ $14 കൊടുത്ത് എനിക്ക് മേടിക്കണ്ട. ചൈനീസ് സ്റ്റോറിലെ നമ്മുടെ ചന്ദ്രിക ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടെ ഇതിന് $2 ആണ്. ചന്ദ്രികയുടെ 2 വേരിയൻ്റ് ഉണ്ട് ഇവിടെ. അല്ല, ഇത് കൃഷ്ണ തുളസി എന്ന് പറഞ്ഞിട്ട് വേറൊരു സോപ്പ്. ഇതിന് $1, ചന്ദ്രികയ്ക്ക് $150 ആണ് കേട്ടോ. $2 അല്ല, $150.
അതായത് നമ്മൾ 100 രൂപയൊക്കെ കഴിഞ്ഞു പോയി. ഒരു കുഞ്ഞു സോപ്പിന് നമ്മുടെ നാട്ടിൽ 20-30 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ആ സോപ്പിന് ഇവിടെ 110, 100, 120 രൂപയൊക്കെ ഉണ്ടാവും. അല്ല 100 രൂപ ഉണ്ടാവും. വാ, ഈ ഷോപ്പിലെ ഫുള്ള് ചൈനീസ് ഐറ്റംസ് ആണ് കേട്ടോ. ആ ഒരു റെഡ് കളറല്ലേ, ഇവരുടെ ഓസ്പീഷ്യസ് കളറാണ് റെഡ്. ഫുള്ള് ഡെക്കറേഷൻസും ഈ റെഡ് കളറിലൊക്കെ. പിന്നെ ഇവരുടെ ഒരു ട്രഡീഷണൽ സംഭവങ്ങളൊക്കെ ആട്ടോ. ചൈനീസ് ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴൊക്കെയുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെയാണ് വച്ചേക്കുന്നത്. ഫുള്ള് സൂപ്പർ സാധനമാണ്, നല്ല വൈബാണ് ഇവിടെ. ഇതൊക്കെ കണ്ടോ, ചൈനീസ് ടീ സെറിമണിയൊക്കെ ഭയങ്കര ഫേമസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത് കുഞ്ഞ് കപ്പും സോസറും ഇതൊക്കെ അവരുടെ ഡെക്കറേഷൻസാണ്. നല്ല വൈബാണ് ഈ ഷോപ്പിനകത്തെ. $1 for $280. ഇതൊക്കെ കണ്ടോ, എല്ലാം കിട്ടു. $22. കൊള്ളാം. അവരുടെ വിഷറീസ് ഒക്കെയാണ്ടോ. മതി, ഞാൻ ക്ഷീണിച്ച് പോവാം. ഇതാണ് ചൈന ടൗണിലെ MRT. നമ്മളിവിടെ കൂടെ ഇന്ന് പോയിട്ട് താഴോട്ട് എസ്കലേറ്റർ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റേഷനകത്ത് എത്തുക. അകത്ത് എത്തിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ബസ്സിൽ പോകുന്നതിനേക്കാളും എളുപ്പം MRT വഴി പോകുന്നതാണ്. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ദേ ആ സ്റ്റെപ്പ് കയറിയായിരിക്കും നമ്മൾ പോകുന്നത്, പക്ഷെ നമ്മൾ താഴോട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ ഡൗൺ ടൗൺ ലൈനാണ്, അതായത് ബ്ലൂ ലൈൻ, ബ്ലൂ കളറിലായിരിക്കും ഇവിടെ എല്ലാം മെൻഷൻ ചെയ്തേക്കുന്നത്. അതിനാണ് ഡൗൺ ടൗൺ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ബുഗീസി പോകണം. ബുഗീസി പോയിട്ട് ഗ്രീൻ ലൈനായിട്ടുള്ള ഈസ്റ്റ് വെസ്റ്റ് ലൈനിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകണം. ഇതാണ് നമ്മുടെ ഒരു വഴി. അപ്പം എവിടെ പോകുകയാണെങ്കിലും ബുഗീസി പോയിട്ട് പിന്നെ വേറെ ലൈൻ മാറി കയറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം ബുഗീസിൽ കുറേ ലൈൻസ് ഇങ്ങനെ കണക്ഷൻ വരുന്ന ഒരു ഏരിയ. അപ്പം ഡൗൺ ടൗൺ പോകുന്നെങ്കിൽ നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്. താഴോട്ട് എസ്കലേറ്റർ ഇറങ്ങി പോയിട്ട് വേണം നമുക്ക് കയറാൻ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുണ്ട്. എനിക്കിനി വീഡിയോ എടുക്കേണ്ട ത്രാണിയൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ചൈന ടൗൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വീഡിയോയിൽ കൂടെ കാണിക്കുമ്പോഴത്തേന് അത്രയും നമ്മൾ കാണുന്ന അത്രയും 100% നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. കാരണം ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ ആൾക്കാർ ക്രൗഡാണ്, എല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒരു മടുപ്പായിരിക്കും. നമ്മളൊരു 4 മണിക്കൂറൊക്കെ കറങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു 10-20 മിനിറ്റിൽ കാണിക്കുന്നത്. പക്ഷേ കൊള്ളാം, നല്ല ഈ വെറൈറ്റി ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ളവർക്കും പിന്നെ ഒരു പ്രത്യേക ഒരു ചൈനീസ് കൾച്ചറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ ഇവിടെ വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി നാളെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് പോയി കാണാം. ടാറ്റാ.